മറ്റു ചിലർ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു. ഒളിച്ചു കടത്തിക്കൊണ്ട് ഈ ബിദ്അയുടെ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും വ്യാപകമായി സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ സംബന്ധിച്ച് സമസ്തക്ക് തീരുമാനമെടുക്കേണ്ടി വന്നത്. അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, ആരെയും പ്രയാസപ്പെടുത്താനല്ല. അപ്പോഴും തീരുമാനമെടുത്തത് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന, ഈ ഒളിച്ചു കടത്തുന്ന മനുഷ്യൻ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനത്തെ താങ്ങാൻ സമസ്തക്ക് സാധ്യമല്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ തീരുമാനം 2023 ഏപ്രിൽ 1 മുഷാവറയിൽ ഐക്യകണ്ഠേന എടുത്ത തീരുമാനം ഇന്നും നിലനിൽക്കുന്നു. പിന്നീടും അദ്ദേഹം വന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാട് അത് പഴഞ്ച നിലപാടാണെന്ന് പത്രക്കാരോട് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതല്ലേ? ഇങ്ങനെ പരസ്യമായി സമസ്തയെ അവഹേളിക്കുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നിസ്സാരമാക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ഈ പണ്ഡിതന്മാരുടെ ഒക്കെ മക്കളെ ആ ബിദ്അത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് CIC-യുടെ മുന്നിൽ അബ്ദുൽ ഹക്കീം ഫൈലി ഉണ്ടാകുന്ന കാലത്തോളം സമസ്തക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം ഇന്നും നിലനിൽക്കുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ 40 വയസ്സ് നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് ചെറുപ്പകാലം, യൗവനകാലം കച്ചവടക്കാരൻ എല്ലാമായി ജീവിച്ചു. ജീവിതത്തിൽ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല എന്ന് ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന വിധത്തിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് കൊടുത്തു. നുബുവത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലാതെ നീട്ടി പറയുന്നില്ല. നുബുവത്ത് എന്ന് പറഞ്ഞാൽ അത് നാം ഒക്കെ ഊഹിക്കുന്നത് പോലെ ഒരു ചെറിയ സംഗതിയല്ല. അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ വഹുമുൽ മുഖ്തസ്സൂന ബിന്നുഫൂസി സക്കിയ്യ അൽ മുഅയ്യദൂന ബിൽ ഖുവ്വത്തിൽ ഖുദ്സിയ്യ المتعلقون لصفاء جواهرهم بكلا العالمين الروحاني والجسماني يتلقون من جانب ويلقون إلى جانب لا يعوقهم التعلق بمصالح الخلق عن التبتل إلى جناب الحق. ഒരേ സമയം അല്ലാഹുവിൽ നിന്ന്, അല്ലാഹുവിന്റെ മലായികത്തിൽ നിന്ന്, അഭൗതിക ലോകത്തെ സൃഷ്ടികളായ മലക്കുകളിൽ നിന്ന് സ്വീകരിക്കുവാനും അതേ സമയം ഈ ഭൗതിക ലോകത്തേക്ക് അത് കൊടുക്കുവാനും തിരിച്ചു കൊടുക്കുവാനും കഴിയുന്നവരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ എന്ന് നമുക്കറിയാം. ആ മഹാന്മാരായ അമ്പിയാക്കളാണ് ഭൂമിയിലെ അള്ളാഹുവിന്റെ ശുഹദാ, ഭൂമിയിലെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ബുർഹാൻ. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വളരെ കൃത്യമായ നിലപാട് മഹാന്മാരായ അംബിയായിനെ, അവരുടെ ഇസ്മത്തിനെ, അവരുടെ ബഹുമാനത്തെ, അവരുടെ മഹത്വത്തെ ഇകഴ്ത്തുന്ന ഒരു സംഗതിയും ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്നുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈമാനിനെ ബാധിക്കുന്നതാണ്, അത് തൗഹീദിനെ ബാധിക്കുന്നതാണ്, അത് അവന്റെ പാരത്രിക ജീവിതത്തെ ബാധിക്കുന്നതാണ്. അത് പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാൻ പോലും കാരണമാണ്. അவ்விധത്തിൽ വലിയ ശക്തമായ താക്കീതോടുകൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ കാലഘട്ടത്തിലും മഹാന്മാരായ അമ്പിയാക്കളുടെ ഇസ്മത്ത് അതിനെ ചോദ്യം ചെയ്തു വരുന്ന, അതിന് ചെറിയ പോർലേൽക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ ശക്തിയുക്തം എതിർക്കുകയും ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കൂടുതൽ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത്. മഹാന്മാരായ അമ്പിയാക്കളുടെ ഇസ്മത്തിനെ ചോദ്യം ചെയ്യുകയും അവർ സാധാരണ മനുഷ്യന്മാരാണെന്ന് അവരുടെ പാപ സുരക്ഷിതത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ ദിനേന തെറ്റ് ചെയ്യുന്നവരാണെന്ന് പരസ്യമായി എഴുതി വെച്ച വഹാബി പ്രസ്ഥാനം നമുക്കറിയാമല്ലോ. ആ പ്രസ്ഥാനത്തെ ഒരർത്ഥത്തിലും അംഗീകരിക്കാൻ ഒരു മുസ്ലിമായ മനുഷ്യന് സാധ്യമല്ല എന്നാണ് ഇതിന്റെ താല്പര്യം. അത് വലിയ അപകടം ചെയ്യും. അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്നത് വലിയ അപകടം ചെയ്യും. മൻ ആവാ മുഹ്ദിഥൻ, ഒരു മുബ്തദിഇന് കുട പിടിച്ചു കൊടുത്താൽ അഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ടെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നതാണ്. ഇതിലും വലിയ ബിദ്അത്ത് എന്താണ്? മഹാന്മാരായ അമ്പിയാക്കൾ സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ ബിദ്അത്തും വലിയ അപകടവും എന്താണ്? അതുകൊണ്ടാണ് ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം.
ഉമ്മത്ത് ജാഗ്രത കാണിക്കണം എന്ന് സമസ്ത എപ്പോഴും പറയുന്നത്. അതോടൊപ്പം തന്നെ അതുപോലെ പലരും വന്നു. എന്താ തബ്ലീഗ് ജമാഅത്തിനെ കാണുമ്പോ നമുക്കറിയാലോ, കണ്ട വലിയ ഉഷാറാണല്ലോ, വലിയ താടിയുണ്ട്, തലയെക്കെട്ടുണ്ട്, പലതുമുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടായാലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ അള്ളാന്റെ റസൂലിനെ ഓർക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കഴുതയെ ഓർക്കലാണെന്ന് പറയാൻ മാത്രം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മതിപ്പും ബഹുമാനവും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ് സമസ്തക്ക് അതിനെ എതിർക്കേണ്ടി വന്നത്. ഇങ്ങനെ പരസ്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലുകളെ തകർക്കാൻ പലരും വന്നപ്പോൾ മറ്റു ചിലർ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു. ഒളിച്ചു കടത്തിക്കൊണ്ട് ഈ ബിദ്അയുടെ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും വ്യാപകമായി സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ സംബന്ധിച്ച് സമസ്തക്ക് തീരുമാനമെടുക്കേണ്ടി വന്നത്. അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, ആരെയും പ്രയാസപ്പെടുത്താനല്ല. അപ്പോഴും തീരുമാനമെടുത്തത് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ ഒളിച്ചു കടത്തുന്ന മനുഷ്യൻ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനത്തെ താങ്ങാൻ സമസ്തക്ക് സാധ്യമല്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ തീരുമാനം 2023 ഏപ്രിൽ 1 മുഷാവറയിൽ ഐക്യകണ്ഠേന എടുത്ത തീരുമാനം ഇന്നും നിലനിൽക്കുന്നു. അതല്ലാതെ ഇവിടെ രാഷ്ട്രീയമായ ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ ലീഗ് വിരുദ്ധവും ലീഗ് അനുകൂലവുമാക്കി ചിത്രീകരിക്കുന്നതിൽ പത്രമാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. സമുദായത്തിന്റെ ഐക്യവും അതിന്റെ ആ ഒരു പാരസ്പര്യവും നിലനിർത്തുന്നതിൽ ജാഗ്രതയുള്ളത് കൊണ്ടാണ് പലപ്പോഴും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പ്രയാസമുണ്ടെങ്കിലും നാം അതൊക്കെ സഹിക്കുന്നത്. ഈ ഉമ്മത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കണം. ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പ് നശിക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് പിന്നീടും അദ്ദേഹം വന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാട് അത് പഴഞ്ചൻ നിലപാടാണെന്ന് പത്രക്കാരോട് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതല്ലേ? ഇങ്ങനെ പരസ്യമായി സമസ്തയെ അവഹേളിക്കുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നിസ്സാരമാക്കുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ ഈ പണ്ഡിതന്മാരുടെ ഒക്കെ മക്കളെ ആ ബിദ്അത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് CIC-യുടെ മുന്നിൽ അബ്ദുൽ ഹക്കീം ഫൈലി ഉണ്ടാകുന്ന കാലത്തോളം സമസ്തക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം ഇന്നും നിലനിൽക്കുന്നു. ഇൻഷാ അല്ലാഹ് സമുദായത്തിന്റെ നേതാക്കൾ, ഉമ്മത്തിന്റെ നേതാക്കൾ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളുകൾ, സമസ്തയുടെ നേതാക്കളും കൂടിയെടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് എടുത്തത്. ആ തീരുമാനങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ കൂടിയിരുന്നു കൊണ്ട് അംഗീകരിക്കുമെന്ന് പറഞ്ഞു പിരിഞ്ഞു പോയതാണ്. പിന്നീടും പല വാഗ്ദാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് വളരെ വിനയപുരസരം എനിക്ക് എന്റെ സമുദായ നേതൃത്വത്തോട് വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ഈ നമ്മുടെ ഇടയിൽ ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല. സമുദായത്തിന്റെ ഐക്യം കെട്ടുറപ്പ് ഇവിടെ നിലനിൽക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യമല്ല എന്നത് അത് വസ്തുതയാണ്. അത് റബ്ബിനെ ഭയപ്പെട്ടതുകൊണ്ടാണ്. റബ്ബിനോടുള്ള ഭയപ്പാട് ആരും സമസ്തയെ പഠിപ്പിച്ചു തരേണ്ടതില്ല. അതുകൊണ്ട് ആ തീരുമാനം നമുക്കിവിടെ നടപ്പിലാക്കണം. തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ വളരെ വിനയത്തോടെ പറയുകയാണ്. ആ സമസ്തയുടെ തീരുമാനം നടപ്പിലാക്കി ആ സംവിധാനം സമസ്തയുടെ മക്കൾ അവരുടെ ഊർജം, അവരുടെ സമ്പത്ത്, അവരുടെ എല്ലാം ചെലവഴിച്ച് വളർത്തിക്കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അതിവിടെ നിലനിൽക്കണമെന്ന് തന്നെയാണ് സമസ്തയുടെ മക്കൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് സമസ്ത പറയുന്നത് അനുസരിച്ചുകൊണ്ടാവണം, സമസ്തയുടെ തീരുമാനങ്ങളെ അംഗീകരിച്ചുകൊണ്ടാവണം എന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം വളരെ വിനയത്തോടുകൂടെ ഈ സഞ്ചയത്തിന് വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിളി കേട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ജനസഞ്ചയത്തിന് വേണ്ടി ഈ സമുദായ നേതൃത്വത്തിന്റെ മുന്നിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി സമുദായ നേതൃത്വത്തിന്റെ മുന്നിൽ, ഉമറാക്കളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ